ബന്ധുക്കളോ ആരും എന്നെ കാണാൻ വന്നിട്ടില്ല. ആരും കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട്. വിഷമമുണ്ട്. കാരണം ആരും ആൾക്കാരും വന്നിട്ടില്ല, എന്റെ ആൾക്കാരും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. തീർത്തും രാവും പകലും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എങ്ങനെ അവരൊക്കെ വരും? അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളെയാണ് നിങ്ങളുടെ മകൻ കൊന്നിട്ടുള്ളത്. നിങ്ങളുടെ മകനെ പോലും കൊന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് യാതൊരു രക്തബന്ധവും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെയും കൊന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ വരും? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അഫാൻ ഇന്ന് ജയിലിൽ കിടക്കില്ലായിരുന്നു, നിങ്ങൾക്ക് ഈ നഷ്ടങ്ങളൊന്നും വരില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലേ? ഇവർക്ക് വലിയൊരു അസുഖമുണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, അതിന് ഒരുപാട് ചെലവുണ്ടായിരുന്നു. ആ ചിലവ് നികത്താൻ വേണ്ടിയാണ് കടം വാങ്ങിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഇതിൽ അവതാരകന്റെ ഒരു അതിപ്രസരം നന്നായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. എന്തായാലും ഒന്ന് കാണാം. ക്യാൻസർ ആണോ? എന്ത് ക്യാൻസർ ആണുള്ളത്? ബ്രസ്റ്റ് ക്യാൻസർ ആണ് 10 വർഷമായിട്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? നാട്ടിൽ അങ്ങനെ അറിയത്തക്കോരൊന്നും പൊതുവെ അറിയത്തില്ല. അപ്പൊ ഞാനത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പൊതുവെ നമ്മുടെ സമൂഹത്തിലെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഭർത്താവ് പ്രവാസിയായിരുന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഉമ്മയും മക്കളും ധാരാളിത്തം കാണിച്ച് ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചുവെന്നാണ് പൊതുസമൂഹത്തിൽ അഫാൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണല്ലോ, അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. പോലീസ് കുറ്റപത്ര കാര്യങ്ങളൊക്കെ സമർപ്പിച്ചതാണ്. ഉമ്മ മകനും ചേർന്നുകൊണ്ട് എത്ര 40 ലക്ഷത്തിന്റെ അടുത്ത് കടം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു കടം എങ്ങനെ ഉണ്ടായി എന്ന് ഇവരുടെ ഭർത്താവിന് പോലും അറിയില്ല എന്ന് അദ്ദേഹം തന്നെ ഒരുപാട് ആളുകളുടെ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എനിക്കറിയില്ല അത്രയും മാത്രം കട എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. പിന്നെ ഇപ്പൊ എന്താ പറയുന്നത്, ഞാൻ ഉണ്ടാക്കി വെച്ചതല്ലേ എന്നുള്ളതോ? ഓക്കെ, മറുപടി കേൾക്കാം. അറിയാം, ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. 2-3 വർഷമൊക്കെ അതിനുശേഷം വന്നായിരുന്നു. നാട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടൊക്കെ പോയായിരുന്നു. പിന്നെ ഇപ്പൊ 7 വർഷം കൊണ്ടാണ് നാട്ടിൽ വരാത്തത്. ഓക്കെ, കുറെ മുമ്പ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു ചികിത്സ നടന്നിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ കാര്യങ്ങൾ നടന്നു. അതിന്റെ ചികിത്സക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ ഭർത്താവിന് അറിയാമായിരുന്നു എന്ന് പറയുന്നു. ഭർത്താവ് അത് ഓൾറെഡി നിരസിച്ച കാര്യമാണ്. ഇത്രയും മാത്രം കടം വാങ്ങിയതും വന്നതൊന്നും എനിക്കറിയില്ല എന്നുള്ളത്. ഈ ഒരു ഇന്റർവ്യൂ തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് ഒക്കെ മനസ്സിലാക്കി, അതായത് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആളൊരു വീഡിയോ ചെയ്തതാണ്. തീർച്ചയായിട്ടും അയാൾക്ക് ആ ഒരു ഉമ്മച്ചി പറയുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി ആൾക്കറിയാം. അത് ഉത്തരവും ചോദ്യമൊക്കെ മൂപ്പര് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ അതിപ്രസരം. അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല. ഇല്ല, നമ്മൾ ധാരാളിത്തം അങ്ങനെ കാണിക്കാറില്ല. ഞാനും എന്റെ മോനും എന്റെ ആസാനും 3 പേരും കൂടെ ചേർന്ന് നമ്മൾ 3 നേരം സാധാരണ ഒരു കുടുംബത്തിൽ ഇല്ല. നമുക്ക് അങ്ങനെ ട്രിപ്പ് ഇപ്പൊ 2 വർഷമായി നമ്മൾ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് 2 വർഷമാകും. 2 വർഷത്തെ എടുത്തിട്ടില്ല. ഓക്കെ, എന്നാ പിന്നെ എന്റെ പൊന്നവതാരക, നിങ്ങൾക്ക് മാറിയിരുന്നാൽ സംസാരിച്ചാ പോരെ? ഒരു വീഡിയോയിൽ ഇതാ ഇങ്ങനെയാണ് ഉമ്മ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതാണ് ഉമ്മ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അവർക്ക് പറയാൻ അവസരം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓൾറെഡി പോലീസുകാർക്ക് കൊടുത്ത മൊഴി എന്താണ്? ഞാനും ഉമ്മയും ചേർന്നുകൊണ്ട് എന്റെ അനുജനും ചേർന്നുകൊണ്ട് എങ്ങനെ മരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതെല്ലാം മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഓൾറെഡി പോലീസുകാർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അല്ലെ? അയാളെ മൊബൈൽ ഫോണൊക്കെ ഉപേക്ഷിച്ചാണ് മൊബൈൽ ഫോണൊക്കെ റിക്കവർ ചെയ്തെടുത്ത് കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. കൃത്യമായി ഇയാൾ പറഞ്ഞ മൊഴികളിൽ എല്ലാം ഉണ്ട്. ഉമ്മയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ അഫാന്റെ ഉപ്പായുടെ ഒരു സഹോദരനെ നമുക്ക് കൊന്നിട്ടുണ്ട്. അവരെ കൊല്ലാനുള്ള കാരണവും ഈ ഉമ്മ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് കൊല്ലാനുള്ള കാരണമല്ല, അവർ തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അയാളെ ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ ഉമ്മ ഒരു മൗന സമ്മതം കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം വീഡിയോയിലൂടെ കേട്ട കാര്യമാണ്. ഇപ്പൊ എന്തുകൊണ്ട് ഇത് മാറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫാനെ പോലീസുകാർ വെറുതെ ഒന്നും വിടാൻ പോണില്ല അല്ലെ? അഫാൻ എന്തായാലും ശിക്ഷിക്കപ്പെടും. 5 പേരെ കൊന്നതാണ്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പൊക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ പിന്നെ എന്റെ പേര് ഇതിൽ കളങ്കപ്പെട്ട് കിടക്കാണ്, അത് നീറ്റാക്കി ഊരിയെടുക്കാന്നാണ് തോന്നുന്നത്. ഈ അഫാന് എന്ന് പറയുന്നത് മൂത്ത മകനാണ്. ഈ മൂത്ത മകൻ ഒരു ധാരാളിയായിരുന്നു. അടിച്ചു പൊളിച്ച് നടക്കുക, അല്ലെങ്കിൽ വില കൂടിയ ബൈക്കിൽ നടക്കുക, അങ്ങനെ വെള്ളമടി, അങ്ങനെ ഒരു രീതിയിലായിരുന്നു നടന്നത്. ഇല്ല, അവൻ ഞാൻ പറയണ എന്തും അവൻ അനുസരിച്ചാണ് അവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എവിടെ പോയാലും അവൻ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് എമ്മച്ചി ഇവിടെ നിൽക്കണം പറഞ്ഞ് ഫോൺ വിളിക്കും, ഫോട്ടോ അയച്ചു തരും. എന്നെ അടുത്ത് നിൽക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, മക്കളെ നീ വരാത്തെന്ന്, അമ്മ ഞാൻ എന്നെ അടുത്ത് നിൽക്കണം. അല്ലാതെ അവൻ ഈ വിപരീതമായി ഞാൻ പറയണത് അല്ലാതെ അവൻ വേറൊന്നും. തീർച്ചയായിട്ടും അഫാൻ അത് തന്നെ പറയുള്ളൂ. ഉമ്മ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യാറില്ല. നമുക്ക് എല്ലാവർക്കും ആത്മഹത്യ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ തന്നെയാണ് ആ ശരി എന്ന് പറഞ്ഞത് എന്നൊക്കെ അഫാൻ മൊഴി കൊടുത്തതാണ്, നമ്മളത് കേട്ടതാണ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഒരു കാര്യം സെർച്ച് ചെയ്തത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്തതാണ് എന്ന കാര്യമൊക്കെ അഫാൻ പറഞ്ഞ് നമ്മൾ കേട്ടതാ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ടിസ്റ്റുമായി മാറുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടായിരുന്നോ വെള്ളമടിക്ക്? അങ്ങനെ ഇല്ല, ഒരിക്കലും കണ്ട ഇത്തിരി വെള്ളം അടിച്ചോണ്ട് വന്നാന്ന്. അതായത് ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ഒരു കമ്പനിയൊക്കെ കൂടിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. സ്ഥിരമായിട്ടൊരു മദ്യപാനി? ഇല്ല, മദ്യപാനിയല്ല, എന്റെ കൊച്ചു മദ്യപാനി. ഒരിക്കലും
എന്റെ പൊന്നു മോനെ, ഈ ചെറുപ്പക്കാരൊക്കെ പാടെ ഒരു കമ്പനി അടിച്ചുകൊണ്ട് മദ്യം കുടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരിയായിട്ട് കാണുന്നത്? അതായത് മദ്യം എന്ന് പറയുന്ന ഈ ലഹരി, അത് അഡിഷൻ വരാൻ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ധാരാളം മതി. ഇവരെ കൊന്നിട്ടുള്ളത് മദ്യപിച്ചുകൊണ്ടാണ് എന്ന് ഓൾറെഡി അപ്പം പറഞ്ഞല്ലേ. എന്നിട്ടും ഈ അവതാരക നിങ്ങൾ എന്താ പറഞ്ഞു വെക്കുന്നത്? ഒരു മദ്യപാനം എന്ന് പറയുന്ന കാര്യം അതൊരു സാധാരണ കാര്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. വല്ലപ്പോഴും അല്ലെങ്കിൽ ഒരു തവണ അല്ലേ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അഫാൻ ചെയ്തത് ഒരു കയ്യബദ്ധമാണ് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അയാൾ ചെയ്തത് വലിയ കുറ്റകൃത്യമാണെന്നുള്ള കാര്യം അവതാരക നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളത് മറക്കരുത്. എനിക്ക് ചികിത്സാപരമായിട്ടും പിന്നെ ബാങ്കിലെ ലോണുമായിട്ടാണ് ഞാൻ അന്ന് സാറിൻ്റെ അടുത്ത് കാണിച്ചു. സാറേ എനിക്ക് 3000, എനിക്ക് എൻ്റെ കാർഡ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് 3000 പോലും ഇല്ല ഹോസ്പിറ്റലിൽ പോവാൻ എന്ന് പറഞ്ഞിട്ട് പോലും സാർ എന്നെ വഴക്ക് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ലോണ് അത് തിരിച്ചടയ്ക്കാനുള്ളതാണ്. നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ലോൺ എടുക്കുന്നത്. ഓരോ ബാങ്കിനും അവരുടേതായിട്ടുള്ള ഒരു രീതികളുണ്ടാവും. അടവ് ഇങ്ങനെ തെറ്റും തോറും ആ പലിശ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല. 5 ലക്ഷം ലോൺ എടുത്തിട്ട് ഞാൻ 8-9 ലക്ഷം അടച്ചിട്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊന്ന് തീർന്നു കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഒരു ചെറിയ ഇപ്പൊ സഹകരണ ബാങ്കിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോൺ എടുക്കുക. സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാളും നല്ലത് കഴുത്ത് മുറിച്ച് കിടക്കുക നല്ലത്. അത്ര അധികം പലിശയാണ് അവർ ഈടാക്കുക. ഒരടവ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ പോണ എമൗണ്ടിന്റെ വലിയ രീതിയിലുള്ള മാറ്റമാണ് വരാൻ പോവുക. അപ്പൊ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, നമ്മൾ ലോൺ എടുക്കുന്ന നമ്മൾ നിവർത്തികോട് കൊണ്ടാണ്. നമ്മൾ നിവർത്തികോട് കൊണ്ട് അവർ ഫ്രീ തരുന്നതല്ല, അവർ കൃത്യമായി ജോലി ചെയ്യുന്നതാണ്. അവർ കഴുത്തറത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോ ദയവ് ചെയ്ത് ആ പണം തിരിച്ചടക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ലോൺ എടുക്കാതിരിക്കുക. നമ്മളുടെ ഒരു കാര്യം അവർ നോക്കില്ല. കാരണം അവരൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് വട്ടിപ്പലിശക്ക് തരുന്ന ആളുകളല്ല. അവർക്ക് അവിടെ ജോലിയുണ്ട്. ആ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ശാപം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ സാലറി വാങ്ങുന്നത്. ആ ഒരു കാര്യത്തിനൊരു തർക്കവും വേണ്ട. ആശുപത്രിയിൽ തന്നെ മിക്കവാറും പൈസ കൊണ്ടേ കൊടുക്കുന്നുണ്ടാവുക. ഈ കൊണ്ട കടങ്ങൾ ഇത്രയും വന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പൊതുജനത്തിൽ പല സമൂഹ മാധ്യമങ്ങളിലും വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രവാസിയായ റഹീമിക്ക അയച്ച പൈസ മൊത്തം ദൂർത്തടിച്ച് കളഞ്ഞ് അനാവശ്യമായി ഈ കടങ്ങൾ വരുത്തി വെച്ചു. ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള പണം ഞാൻ ഓൾറെഡി അയച്ചു കൊടുത്തതാണെന്ന് റഹീമൊക്കെ പറയുന്ന വീഡിയോ ഉണ്ട്. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ അത് പോയി കാണാതെ. ഒരു കാര്യം, അപ്പൊ ഈ ഒരു മകൻ ഇത്രയും കൊലപാതകങ്ങളും കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഇത്തയുടെ ഇളയ മകനെ അടക്കം റഹീമിക്കയുടെ ബന്ധുക്കാരെ അടക്കം 5ഓളം പേരെ ക്രൂരമായിട്ടാണ്, ഒരു സാധാരണ ലെവലിലുള്ളതല്ല, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം മെന്റലി ഇതായിട്ടുള്ള ഒരാളെ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാളെ കാണണം എന്ന് ഇത്ത പറഞ്ഞ എന്തുകൊണ്ടാണ്? അന്നത്തെ ദിവസം ഞാൻ അറിഞ്ഞിരുന്നില്ല. 5 പേരെ ഇങ്ങനെ കൊന്നറിഞ്ഞില്ല. എന്റെ ഇളയ മോനെ കൊന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് എനിക്ക് മോനെ കാണണമെന്ന്. മാത്രം ഈ ഒരു ഉപദ്രവം ചെയ്തിട്ടുള്ളൂ. എന്നോട് മാത്രമേ ഈ ഉപദ്രവം ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ആ ഒരു വാദത്തെ നമുക്ക് അംഗീകരിച്ചേ ഒക്കുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധം പോയി കിടക്കുകയായിരുന്നു. അവർ വിചാരിച്ചിട്ടുണ്ടാവും മകൻ എന്നെ ഉപദ്രവിച്ചതാണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവൻ ഇനി പോലീസുകാർ കൊണ്ടുപോയി ശിക്ഷിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഏതൊരു അമ്മയും ചെയ്യുന്ന കാര്യം തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. അതായത് അവൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത് അറിയാത്ത ഒരു ഉമ്മ, ആ ഉമ്മയെ ഉപദ്രവിച്ചത് അത് ഞാൻ സ്വയം വീണതാണെന്ന് പറഞ്ഞ് മകനെ രക്ഷിക്കാൻ ഏതൊരു അമ്മയും നോക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ നിലപാട് മാറ്റി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ പക്ഷെ പിന്നെ ഈ ഇത്രയും പേര് മരിച്ചു കാര്യങ്ങളൊക്കെ മരിച്ചെന്ന് കാര്യങ്ങളൊക്കെ അറിയണ 7-ാം ദിവസമാണ്. 5-ാം ദിവസം മോൻ മരിച്ചെന്ന് ഇക്ക പറഞ്ഞാണ് അറിയണത്. 7-ാം ദിവസവും ഇക്ക പറഞ്ഞാണ് ഈ മരിച്ചെന്നൊക്കെ. ഇത്രയും പേര് മരിച്ചു എന്നറിഞ്ഞു പിന്നെ ആ മോനെ കാണണമെന്നൊരു തോന്നലുണ്ടോ? ഇല്ല, പിന്നെ മോനെ കാണണമെന്നില്ല. എന്റെ അപ്പയെ കൊന്നു, പിന്നെ എനിക്ക് കാണണമെന്നില്ല. എല്ലാവരും കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം അഫാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളത് ഒരിക്കൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓക്കെ, അതിന് അല്ലെങ്കിൽ അത് തിരുത്തപ്പെടട്ടെ. പക്ഷേ അപ്പം പറഞ്ഞ വാക്കുകൾക്ക് അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോഴും കൃത്യമായി കീവേഡ്സ് ഉണ്ട്. എങ്ങനെ തീരാം എന്ന് പ്ലാൻ ചെയ്തതിനെ കുറിച്ചുള്ള കീവേഡ്സ് അയാളുടെ ഗൂഗിളിൽ നിന്ന് കിട്ടി എന്നൊരു കാര്യവും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. എനിക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നീ ചെയ്തതെന്ന് എനിക്ക് ചോദിക്കണം. അത്രത്തോളം സ്നേഹത്തോടെയാണ് എല്ലാം. ഓക്കെ, ഒരിക്കൽ കൂടി കാണണം, എനിക്കത് ചോദിക്കണം എന്ന്. ഇതും അഫാന്റെ ഉപ്പായ റഹീമും അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് അവനെ ഒന്ന് കാണാൻ അവസാനമായിട്ട് അത് ചോദിക്കാനാണ് എന്നുള്ളത്. ഇനിയിപ്പോ അഫാൻ പൂർണ്ണമായിട്ട് കുറ്റവാളിയായി, ഉമ്മയൊക്കെ അതിൽ നിന്ന് ഊരിപ്പോരുന്നു. ഇവിടെ ഇത്രയും മാത്രം കടമുണ്ടായത് എങ്ങനെയെന്ന് റഹീമിന് പോലും അറിയില്ല. ഇവർ പറയുന്ന ചികിത്സക്ക് വേണ്ടിയിട്ട് പൈസ ഉപയോഗിച്ചതും വീട് പണിക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഓൾറെഡി റഹീംക്കെ പറഞ്ഞു കടം വീട്ടാനുള്ള പണമൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് വീണടുത്ത് കിടന്ന് ഉരുളുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്
ഈർക്കിൽ പോലും എടുത്ത് ഞാൻ അവനെ അടിച്ചിട്ടില്ല. അവനെ നഖം വെട്ടി കൊടുക്കുമായിരുന്നു, അവന് ചോറ് വാരി കൊടുക്കുമായിരുന്നു. 2 മക്കളെയും തലേദിവസം ചോറ് ഒരു മാറി കൊടുത്താണ് ഞാൻ അവരെ കിടത്തിയത്. നഖം വെട്ടാൻ അറിഞ്ഞുകൂടെ, അവന് നഖം വെട്ടാൻ പറ്റൂല, പെരുപ്പാണ് കൈയും ദേഹമൊക്കെ പെരുക്കും. അതുകൊണ്ട് ഞാനാണ് അവന് നഖം പോലും വെട്ടി കൊടുക്കുന്നത്. അങ്ങനെ പെരുപ്പുള്ള ഒരാളാണ് ചുറ്റിക്കെടുത്തിട്ട് എല്ലുമ്മാനെയും അതേപോലെ അവന്റെ സഹോദരനെയും കാമുകീനെയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ അടിച്ചടിച്ച് കൊന്നു. നല്ല പെരുക്കത്ര, നഖം പോലും വെട്ടാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് ഉമ്മച്ചി പറഞ്ഞു വെക്കുന്നത്. ഇനി അതും കൂടിയും പറഞ്ഞു കൊടുക്ക്, എന്നിട്ട് അവസാനമാണ് വെറുതെ വിടുത്ത്, എന്നിട്ട് വന്നിട്ട് നിങ്ങളെ മണ്ടയും കൊണ്ട് അടിച്ച് പൊളിക്കട്ടെ. അന്നത്തെ ദിവസം ചായയിൽ എന്തോ കലക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നീടല്ലേ ചായ ഇട്ടിരുന്ന് വെച്ചിരുന്ന് എടുത്ത് കുടിച്ചത്. അപ്പൊ അതിലെന്തോ ഉണ്ടെന്നാണ് എന്റെ സംശയം. പക്ഷേ ഇതൊന്നും സംഭവിക്കത്തില്ല, ഇല്ലായിരുന്നു, സംഭവിക്കൂലായിരുന്നു. എന്റെ വീട്ടിലൊരു 3 വീട്ടിലും ഒന്നും സംഭവിക്കൂലായിരുന്നു. ചായയിൽ എന്തോ കലക്കി കൊടുത്തിട്ട് ബോധം കെടുത്തിയിട്ട് തലക്കടിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷാള് പിടിച്ച് മുറുക്കി എന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആ വീണ സമയത്ത് തല ബോധം കെട്ട് പോയതാവും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത് ആ രീതിയിൽ തന്നെ എടുക്കാൻ നല്ലത്. കാരണം പിന്നെ ഇനിയിപ്പോ ആ ഒരു കാര്യങ്ങൾ അന്വേഷിച്ച് പോലീസുകാർ പോകുന്നു എനിക്ക് തോന്നുന്നൊന്നുമില്ല. പക്ഷേ ഇത് മൊത്തം അഫാൻ എന്തൊക്കെയോ കരുതി കൂട്ടി ഇത്തരം കടങ്ങളോ, ഈ അഫാന് കടങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അവനൊരു കടവും ഇല്ല. നമുക്ക് ഈ വീട്ടിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ, യാതൊരു വിധമായ പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു അഫാന് കട. പക്ഷേ തലേദിവസം പിന്നെ ബാങ്കിൽ നിന്ന് സാറ് വന്നതിൻ്റെ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അവന് പിന്നെ ആൾക്കാർക്ക് അറിയും മാനക്കേട് അവന് തോന്നിയായിരുന്നു. പക്ഷേ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഒരു വിഷമത്തിൽ 4-5 ആൾക്കാർ വേണ്ട അടിച്ച് ചുറ്റിയൊക്കെ അടിച്ചെന്ന് കൊന്നു, അത്രേ ഉള്ളൂ. അതാണോ പറഞ്ഞു വെക്കുന്നത്? ഞാനിത് കൂടുതലായിട്ട് ഇനി ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ അന്ന് തന്നെ സാറിനെ പിടിക്കാനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ പിടിച്ചകത്ത് കയറ്റിയത്. അപ്പൊ അതൊരു മാനസികമായിട്ട് കിടന്നുണ്ട്. പുറത്ത് അറിയുമ്പോൾ ഒരു നാണക്കേട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം. അവതാരകൻ എന്താ പറഞ്ഞു വെക്കുന്നത്? അതായത് ആ ചെയ്ത ക്രൈം അത് ചെറുതായിട്ടാണോ നിങ്ങൾ കാണുന്നത്? കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. അത് ബാങ്കിൽ നിന്നാണെങ്കിലും ശരി, വ്യക്തികളുടെ കയ്യിൽ നിന്നാണെങ്കിലും ശരി. നിങ്ങൾക്കുണ്ടായ കടങ്ങൾ വീട്ടാനുള്ള പണം റഹീമൊക്കെ അയച്ചു തന്നു എന്ന് ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചികിത്സക്ക് ആവശ്യമായിട്ടാണ് 75 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ കടമുള്ളത് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ കുറച്ച് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. ഈ ഉമ്മ എന്ത് ചെയ്തു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കല്ലേ. വാർത്താ മാധ്യമങ്ങളിൽ വന്ന പല കാര്യങ്ങളുമാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. ആരും ഈ ഉമ്മയുടെ കരുത്ത് നേരിട്ട് വന്നൊരു കാര്യം ചോദിച്ചിട്ടില്ല. മകൻ ചെയ്ത ഒരു തെറ്റിന് ഈ അമ്മയെ എന്തിന് ക്രൂശിക്കുന്നു എന്നാണ് എനിക്ക് ഓരോരുത്തരോടും ചോദിക്കാനുള്ളത്. എന്റെ പൊന്നു മോനെ, ശ്രീകണ്ഠൻ നായർ വന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടതാണല്ലോ. അതൊക്കെ കൂടാതെ ഈ അഫാനെ മൊഴിയെടുക്കുന്ന സമയത്തും അയാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതല്ലോ. പിന്നെ എങ്ങനെയാണ് ഉമ്മയെ കുറ്റം പറയാതിരിക്കുക? ഇങ്ങനെ ധാരാളിത്തം നടത്തി എന്നുള്ള കാര്യത്തിന്റെ തെളിവുകളാണ് അഫാൻ പറഞ്ഞിട്ടുള്ളത്. അഫാന് ഈ ഒരു ഉമ്മയുടെ അസുഖത്തെ കുറിച്ചിട്ടോ ഇങ്ങനെ കുറെ പൈസ ചെലവാക്കിയതിനെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. കാറൊക്കെ വിറ്റിട്ടും കുറെ കടം വിട്ടാനൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇയാളെന്തോ വണ്ടി വാങ്ങിയതും മൊബൈൽ ഫോൺ വാങ്ങിയ കഥയൊക്കെ നമ്മൾ കേട്ടല്ലേ. 1.5 ലക്ഷം രൂപ മൊബൈൽ ഫോൺ വാങ്ങിയതും അതൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകള് മക്കളെ നേർവഴിക്ക് നയിക്കാത്തത് കൊണ്ട് ഇവര് ഇങ്ങനെ തന്നെയാണ് കുറ്റം പറയുക. ഇനി അത് മാറ്റം വരുമ്പോ മാറ്റം വരും, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്റെ ബന്ധുക്കളോ ആരും എന്നെ കാണാൻ വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിഷമം നല്ല രീതിയിലുണ്ട്. വിഷമമുണ്ട്. കാരണം ആരും ആൾക്കാർ വന്നിട്ടില്ല, എന്റെ ആൾക്കാർ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ടു പോയ തീർത്തും രാവും പകലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ വന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഒരിച്ചിരി കൂടെ നമുക്കൊരു ആശ്വാസം കിട്ടും. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൂടെ ആശ്വാസം. അവരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറയുകയും കരയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടും. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് അവരൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഫാമിലിയുള്ള ആളുകളെ തന്നെയാണ് കൊന്നിട്ടുള്ളത്. നിങ്ങളുടെ മകന്റെ കൂടെ സപ്പോർട്ടായി നിങ്ങൾ നിന്നു എന്നുള്ള കാര്യം മകൻ ഓൾറെഡി മൊഴിയൊക്കെ കൊടുത്തു. മൊബൈൽ ഫോണിൽ പരിശോധന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഓൾറെഡി മൊഴി കൊടുത്തതാണ്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. ഇനി നിങ്ങൾ ഇപ്പൊ പറയുന്നതാണോ മുന്നേ ഉണ്ടായിരുന്ന രീതി എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നിങ്ങൾ ഫാമിലിയിൽ നിന്ന് തന്നെ കടം വാങ്ങിയതിന്റെ ബാധ്യത ബന്ധപ്പെട്ടിട്ട് അത് തിരിച്ചു ചോദിച്ച ആളെയാണ് നിങ്ങളുടെ മകൻ കൊന്നിട്ടുള്ളത്. അവരെ ഞാൻ തല്ലുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്നൊക്കെ തന്നെയാണ് ഇയാൾ മൊഴി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ധാരാളിത്തം ചെയ്തതല്ല, നിങ്ങളുടെ ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സക്ക് വേണ്ടി കണ്ടെത്തിയ പണമാണ് എന്ന് തന്നെ കൂട്ടുക. എന്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് റഹീം അതിനെ കുറിച്ചിട്ടൊന്നും മിണ്ടിയില്ല? എന്തുകൊണ്ട് അയാൾ പറയുന്നു എല്ലാ കടവും വീട്ടാനുള്ള പൈസ ഞാൻ അയച്ചു കൊടുത്താണെന്ന് പറയുന്നത്? ഇതൊക്കെ ചോദ്യചിഹ്നമാണ്. എനിക്ക് ഇതൊരു വെളുപ്പിക്കലായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമാണ് വീഡിയോ എടുത്തത്. അവതാരകന്റെ അതിപ്രസരണം ഇവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് സംസാരിക്കുന്നതിനുള്ള ഉത്തരവും ചോദ്യവും നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക, അതിനിടയിലൂടെ സംസാരിക്കുക. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പ്രപ്പാൾ സൈനിങ് ഓഫ്.